മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ പിരിയാബന്ധമാണീതു യുഗകാലം വരെയും. പിരിയാബന്ധമാണീതു യുഗകാലം വരെയും. മകൾ സ്നേഹം പരലോക പിതാവോദൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈപ്പെടിഞ്ഞോ. മകനെ മാരിപ്പതിനായി കുരിശിൽ കൈപ്പെടിഞ്ഞോ. മകൾ സ്നേഹം പരലോക പിതാവോദൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ഉലകസ്ഥാപനത്തിന് ഉളവായൊരൻപാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം പരലോക പിതാവോദൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകൾ സ്നേഹം പരലോക പിതാവോദൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് പകൽ സമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു പ്രത്യേക വിഷയം ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സൗന്ദര്യത്തെക്കാൾ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ അതിർകടന്ന സ്നേഹത്തെക്കുറിച്ച് ഒരു ചെറിയ കഥയോടുകൂടി ചില വിഷയങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ രണ്ട് യുവജനങ്ങൾ തമ്മിൽ വിവാഹിതരായി. യുവതിക്ക് ആരെയും ആകർഷിക്കത്തക്ക സൗന്ദര്യമുണ്ടായിരുന്നു. യുവാവും അതിൽ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ അവളുടെ സൗന്ദര്യത്തെക്കാൾ ഉപരി യുവാവ് അവളെ സ്നേഹിച്ചിരുന്നു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ ത്വക്കിൽ ഏതോ രോഗം പിടിപെട്ടു. അവളുടെ സൗന്ദര്യത്തിന് മാറ്റം സംഭവിച്ചു തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ ത്വക്ക് വികൃതമാകാൻ തുടങ്ങി. ഇത് അവളെ വളരെ വേദനിപ്പിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നവൾ കരുതി. ഒരു ദിവസം ഭർത്താവിന് ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടാവുകയും തൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് അവൾക്ക് അറിവ് ലഭിച്ചു. ഭർത്താവ് കാഴ്ചയില്ലാത്തവനായി മാറിയത് മുതൽ അവളുടെ ശ്രദ്ധ മുഴുവനും അവനിലേക്കായി. അവനോടുള്ള സ്നേഹം അവൾ വർദ്ധിച്ചു. അവനെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവനും അവളെ അധികമായി സ്നേഹിക്കാൻ തുടങ്ങി. ചില നാൾക്ക് ശേഷം ആ യുവതി മരണപ്പെട്ടു. വേണ്ടപ്പെട്ടവരെല്ലാം കൂടെ അവളുടെ ഫ്യൂണറൽ സർവീസിൽ ക്രമീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് അവിടേക്ക് ആരുടെയും സഹായം കൂടാതെ വന്നു ചേർന്നു. എല്ലാവരും ആശ്ചര്യം തോന്നി. ഇത്രയും കാലം അയാൾ പരസഹായമില്ലാതെ എവിടെയും പോയിട്ടില്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് യുവാവ് സംഭവങ്ങൾ വിവരിച്ചു പറഞ്ഞത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴായിരുന്നു അവൾക്ക് ത്വക്ക് രോഗമുണ്ടാവുകയും അവളുടെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് വികൃത രൂപമായത്. അത് അവളെ വളരെ വേദനിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, ഞാൻ അവളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള ഭയമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ അവളെ കാണുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ അഭിനയിച്ച് നടന്നത്. എനിക്ക് അവളോടുള്ള സ്നേഹത്തിനൊരു കോട്ടം ഭവിക്കരുത് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. മാത്രമല്ല, അവളുടെ വികൃത രൂപം ഞാൻ കാണുന്നില്ലല്ലോ എന്നുള്ള വലിയ ഉറപ്പ് അവൾക്കുണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് ഇരുവർക്കും ആദ്യകാലത്തെ പോലെ സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് ദുഃഖമുണ്ട്. എന്നെ സ്നേഹിപ്പാനും എന്നെ കരുതുവാനും പരിചരിപ്പാനും അവളില്ലല്ലോ എന്നുള്ള വിഷയം, വലിയ ഭാരം എൻ്റെ ഉള്ളിലുണ്ട്. പ്രിയരെ, ദൈവദിനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നമ്മുടെ കർത്താവ് നമ്മുടെ യോഗ്യതകൾ കണ്ടല്ല നമ്മെ സ്നേഹിച്ചത്. നാം പാപികളായിരുന്നപ്പോൾ, നാം അഭക്തരായിരുന്നപ്പോൾ, ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാതെ, വാഗ്ദത്തങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്നപ്പോൾ ക്രൂസിലെ സ്നേഹം നമ്മിലേക്ക് തേടി വന്നു. നമ്മുടെ കഠോരമായ പാവങ്ങൾ കാണാതെ ദൈവം വരെ പുത്രനിൽ നിന്ന് മുഖം മറച്ചു കളഞ്ഞു. എങ്കിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ തൻ്റെ ജനമാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ ഓമനകുമാരനെ ക്രോധജ്ഞയിൽ കൂടി കടത്തിവിട്ടു.
എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്തെന്ന് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചപ്പോഴും ദൈവം മനുഷ്യൻ്റെ പാവം കാണാതെ വണ്ണം മുഖം മറച്ചു കളഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ആരുടെയും യോഗ്യതകളോ വിശുദ്ധിയോ ഒന്നും നോക്കിയല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ പാവങ്ങളെയും നമ്മുടെ അകൃത്യങ്ങളെയും വഹിച്ച് നമുക്ക് വേണ്ടി യേശു ക്രൂശിൽ യാഗമായത്. ആകയാൽ ഓർത്തുകൊള്ളുക, ദൈവം തൻ്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചു കളഞ്ഞാൽ നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് സ്വർഗത്തിലുണ്ട് എന്ന് നാം അറിയാതെ ഇരിക്കരുത്. ആ യൗവനക്കാരൻ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നെങ്കിലും അവൻ്റെ മുഖം, അവൻ്റെ കണ്ണ് അവളിൽ നിന്ന് അവൻ മറച്ചു വെച്ചിരുന്നു. അതുപോലെ ദൈവവും നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രദർശനശാലിയായിരുന്നു പുത്രനായ ക്രിസ്തു യാഗമായി തീർന്നത് ക്രൂശിൽ. ഈ യേശുവിലേക്ക് ആര് നോക്കുമോ അവർക്ക് രക്ഷയാണ്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ആരതിലേക്ക് നോക്കിയ അവർ രക്ഷപ്പെട്ടു എന്ന് പറയും പോലെ ആരുയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കുമോ അവർക്ക് രക്ഷയാണ്. നാം അയോഗ്യരായിരിക്കുമ്പോൾ തന്നെയാണ് യേശു നമ്മെ സ്നേഹിച്ചത്. ആ ദൈവസ്നേഹം നിങ്ങളെയും മാടി വിളിക്കുന്നു. അടുത്ത് എല്ലാം പുത്രൻ്റെ അവകാശം പ്രാപിക്കാം. അതിനായി ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തിയാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.